എവരിവൺ. ഇന്ന് യൂറിക് ആസിഡ് ഇല്ലാത്ത ആരുണ്ട്? എല്ലാവർക്കും ഇപ്പൊ യൂറിക് ആസിഡ് കണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താണ് യൂറിക് ആസിഡ്? ഇപ്പൊ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ ഫുഡിന്റെ ഉള്ളിൽ പ്യൂറൈൻസ് എന്ന് പറയുന്ന ഒരു നൈട്രോജീനസ് കോമ്പൗണ്ട് ഉണ്ട്. ഇത് നമ്മളെ ലിവറിൽ പോയിട്ട് മെറ്റബോളൈസ് ആയിട്ട് ഇത് യൂറിക് ആസിഡ് ആയിട്ട് മാറുന്നു. അപ്പൊ യൂറിക് ആസിഡ് ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ യൂറിക് ആസിഡ് ഫെർദർ പോകുന്നത് നമ്മളെ കിഡ്നിയിലോട്ട് പോയി അവിടെ ഫിൽട്ടർ ആയിട്ടാണ് നമ്മൾ മൂത്രത്തിൽ കൂടെ ഇത് എലിമിനേറ്റ് ആയി പോകുന്നത്. ഇനി നമുക്ക് ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക? നമുക്ക് മര്യാദയ്ക്ക് മെറ്റബോളിസം നടക്കില്ല. അപ്പൊ എന്തുണ്ടാവും? ഇത് പോയിട്ട് കിഡ്നിയിൽ ഓവർലോഡ് കൊടുക്കും. അപ്പൊ ഈ ഓവർലോഡ് കൊടുക്കുമ്പോൾ മര്യാദയ്ക്ക് ഫിൽട്ടർ ആവാണ്ട് ഇത് നേരെ തിരിച്ച് ബ്ലഡിലോട്ട് വന്നിട്ട് നമ്മളെ ജോയിന്റ്സിൽ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് ഗൗട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഇനി ഈ യൂറിക് ആസിഡ് ഒരുപാട് നാള് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് സംഭവിക്കാം? ഒന്ന്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയിൽ ഓവർലോഡ് വന്നിട്ട് നമ്മളുടെ മൂത്രത്തിൽ കൂടെ പത പോകുന്നൊരു കണ്ടീഷൻ വരും. അതായത് പ്രോട്ടീൻ നമ്മളെ മൂത്രത്തിൽ കൂടെ പോകും. അതിനെ പറയുന്നതാണ് പ്രോട്ടീൻ യൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടറീസിന്റെ ഉള്ളിലുള്ള എൻഡോത്തീലിയൽ ലൈനിങ് ഉണ്ട്. ഈ എൻഡോത്തീലിയൽ ലൈനിങ്ങിൽ നിന്ന് നശിപ്പിച്ചിട്ട് നമുക്ക് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. മൂന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽസിന് ഇത് ഇൻഫ്ലെയിംഡ് ആക്കും, ഇൻഫ്ലമേഷൻ വരും. അപ്പോഴാണ് നമുക്ക് വേദനകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പൊ യൂറിക് ആസിഡ് വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക. 2 തൊട്ട് 3 ലിറ്റർ വെള്ളം, ഒന്നില്ലെങ്കിൽ കുക്കുംബർ സ്ലൈസ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഹോം റെമഡിയാണ് പച്ച പപ്പായ ആദ്യം നല്ലോണം കഴുകുക. എന്നിട്ട് അതിന്റെ തൊലി കളയുക. തൊലി കളഞ്ഞിട്ട് അത് കഴുകരുത്. എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് കുരു മാറ്റി കളഞ്ഞിട്ട് 2 ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് ഈ വെള്ളം നിങ്ങൾ കുടിക്കാം. അപ്പൊ ഇത് ഒരു 11 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്തൊക്കെ ഒഴിവാക്കേണ്ടത്? അതായത് ഉണക്കമീൻ, സീ ഫുഡ്, ചാള, അതുപോലെ തന്നെ ഓർഗൻ മീറ്റ്സ്, അതായത് ലിവർ, കിഡ്നി ഒക്കെ നമ്മൾ കഴിക്കാറില്ലേ മൃഗങ്ങളുടെ, അത് ഒഴിവാക്കുക. ബിയർ, അതുപോലെ ഫിസി ഡ്രിങ്ക്സ്, അതായത് പെപ്സി, 7up, മിറിൻഡ, ഈ വക കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പൊ തന്നെ നമുക്ക് യൂറിക് ആസിഡിന്റെ ഡെപ്പോസിഷൻ കുറയാൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കൂടുതൽ കഴിക്കുക. നെല്ലിക്ക, അതുപോലെ തന്നെ കിവി, ഈ വക ഓറഞ്ച്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ സി യൂറിക് ആസിഡിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകങ്ങളാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യൂറിക് ആസിഡിനെ നോർമലൈസ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. താങ്ക്